കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു നേത്രാവതി എന്തായാലും ഒന്ന് പോകണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജോബ് റിസൈൻ ചെയ്ത അടുത്ത ദിവസം തന്നെ നേരെ നേത്രാവതി പോയി. അതും നല്ല അടിപൊളി ടീമിനായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേത്രാവതി പോയ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് നേരെ മാംഗ്ലൂർക്കുള്ള ട്രെയിൻ കയറി പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേനും നമ്മൾ മാംഗ്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ബസ് സ്റ്റാൻഡ് വരുന്നത്. അപ്പോൾ നേരെ നമ്മൾ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേത്രാവതിയിലേക്കുള്ള ബസ്സും പിടിച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മളിതാ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ബസ് എടുക്കാൻ അത്യാവശ്യം ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് പരിചയപ്പെടലും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നല്ല നല്ല വഴികളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ച് പരസ്പരം നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കാര്യ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒരു വാട്ടർഫോൾ കാണാനാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ഒരു ചെറിയ ഇഷ്യൂ നടന്നുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് അവിടെ പോകാനും പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടെ നേരെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ലഞ്ച് കഴിക്കുന്നത് ആക്ച്വലി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ. അങ്ങനെ എന്താ ലഞ്ചൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നല്ല ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഗെയിംസൊക്കെ കളിക്കാമെന്ന് കരുതിയിട്ടാണ്. ആദ്യത്തെ ഗെയിമിൽ നമ്മൾ അത്യാവശ്യം ആക്റ്റീവ് ആവാൻ നിന്നില്ല, കാരണം നല്ല ഏറ് കിട്ടുന്ന ഒരു കളിയായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ സൈഡായി മെല്ലെ മാറി നിൽക്കുകയാണ് കേട്ടോ ചെയ്തത്. ഈ ട്രിപ്പിൽ സമീർ എന്ന് പറയുന്ന സെലിബ്രിറ്റി നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ മൂപ്പർ ഒരു ഗെയിമൊക്കെ പറഞ്ഞത് എല്ലാവരും കൂടി അതൊക്കെ കളിച്ച് നമ്മളിതാ ഓൾമോസ്റ്റ് സൺസെറ്റിൻ്റെ ടൈം വരെ ഗെയിം കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഗെയിംസൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡെംസ്ട്രാഷൻ കുറച്ച് നേരം കളിച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് നല്ല നെയ്ച്ചോറും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് കേട്ടോ രാത്രിക്ക് നമ്മൾ ഡിന്നറായിട്ടുള്ളത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടികൾ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പരസ്പരം പരിചയപ്പെടുന്ന ഒരു സെക്ഷനായിരുന്നു കേട്ടോ. അതിനുശേഷം ചെറിയൊരു പാട്ടും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിടന്നുറങ്ങി അടുത്ത ദിവസമാണ് നമ്മൾ നേത്രാവതി ട്രക്കിങ്ങിന് പോകുന്നത് കേട്ടോ. മോർണിംഗ് ഇതാ നല്ല മഞ്ഞൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി നമ്മൾ നേരെ ട്രക്കിങ്ങിന് പോവുകയാണ്. അത്യാവശ്യം ഡിസ്റ്റൻസ്, അതായത് അപ്പ് ആൻഡ് ഡൗൺ ഓൾമോസ്റ്റ് 13 കിലോമീറ്റർ നമുക്ക് നടന്ന് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുൻപായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇതുപോലൊരു ജീപ്പിൽ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഇവർ കൊണ്ടുപോകാൻ കേട്ടോ. ഈ ഒരു ജേണി ശരിക്കും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തി. ഇനി നമുക്ക് കുറച്ച് ദൂരം ഇതുപോലെ ട്രക്ക് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് കേട്ടോ. നേത്രാവതി പീക്കിലേക്ക് കാണാൻ പോകുന്നു. അപ്പോൾ ഇതിന്റെ ഉയരം 4998 നല്ല പറയുന്നത്. ഇതൊരു ഗവൺമെൻറ് ഓതറൈസ്ഡ് ട്രക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിതാ ഇവിടുന്ന് ചെറിയൊരു വെരിഫിക്കേഷൻ പ്രോസസ്സൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റിയൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വീഡിയോയിലുടനീളം നമ്മുടെ ട്രക്കിങ്ങിന് നമ്മൾ നടന്നിട്ടുണ്ടായിരുന്ന നല്ല ഭംഗിയുള്ള ഒരുപാട് ഏരിയാസും വാട്ടർഫാളും അങ്ങനെയുള്ള കുറച്ച് വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. മൗണ്ടൻ വ്യൂസും അതുപോലെ ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് നേത്രാവതി വരണം കേട്ടോ. ഞാനും പോയത് സവാരി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ എനിക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്ര തന്നെയായിരുന്നത്. കാരണം എനിക്ക് അത്യാവശ്യം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോയത് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താനായി തുടങ്ങി. ഒരുപാട് ദൂരം നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് പോകാനുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ ചെറുതായി ഒന്ന് റെസ്റ്റ് എടുക്കലും പിന്നെ ഇതുപോലെ ഗ്ലൂക്കോസ് കഴിക്കലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്രക്കൊടുവിൽ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ. അങ്ങനെ ഇതാ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വാട്ടർഫാളിൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ലഞ്ച് നമ്മളിന്ന് ഇവിടുന്ന് എല്ലാവരും കൂടി ഇതുപോലെ നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യട്ടെ. ഈ പോണ വഴിക്കൊന്നും ഷോപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ട് കഴിച്ച് നേരെ നമ്മൾ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ കണ്ടൊരു ചെറിയ പൂച്ചക്കുട്ടിയാണ് ഇട്ടത്. നല്ല ക്യൂട്ടല്ലേ. അപ്പോൾ ഇതാ നേത്രാവതി ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങൾ ഇത്രയാണ്. അപ്പോൾ പോകാൻ നേരത്ത് നമുക്കിവർ സവാരി എന്ന് പറയുന്ന പേജ് നമുക്കൊരു ചെറിയ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവരിതുപോലെ പ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.